ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാംഗ്ലൂർ എത്തിയിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. നമ്മൾ മെയിനായിട്ട് ബാംഗ്ലൂർ എന്തിനാണ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കളരി ഇനോഗ്രേഷൻ്റെ ഭാഗമായി വന്നതാണ്. പ്ലസ് എനിക്ക് കുറച്ച് ഷോപ്പിങ്ങും ചെയ്യാമെന്ന് വിചാരിച്ചു. ബാംഗ്ലൂരാണെങ്കിൽ കുറേ മാർക്കറ്റ് ഉണ്ടല്ലോ, അപ്പോൾ എനിക്ക് കുറച്ച് ഷോപ്പിങ്ങും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. മെയിനായിട്ട് നമ്മൾ ഇനോഗ്രേഷൻ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അതായത് നമ്മുടെ കളരിയിലെ സീനിയർ ആയിട്ടുള്ള ഒരു ചേട്ടനുണ്ട്, കൃഷ്ണപ്രതാപ് എന്നാണ് കേട്ടോ ചേട്ടൻ്റെ പേര്. സോ ആ ചേട്ടന് ബാംഗ്ലൂർ കുറേ ബ്രാഞ്ചസ് ഉണ്ട് കളരിയുടെ. നമ്മുടെ വല്ലഭട്ട കളരിയുടെ, പരശുരാമ വല്ലഭട്ട കളരിയുടെ കുറേ ബ്രാഞ്ചസ് ഉണ്ട്. സോ അതിൽ ഒരു പുതിയൊരു ബ്രാഞ്ച് ഇന്ന് ഇനോഗ്രേഷനാണ് അതിൻ്റെ. സോ അത് ഇനോഗ്രേറ്റ് ചെയ്യുന്നത് എൻ്റെ അച്ഛനാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത്. അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ എണീറ്റു. നമ്മൾ ഇവിടെ എത്തിയത്, ബാംഗ്ലൂർ എത്തിയത് ഒരു 3 മണിക്കൊക്കെയാണ്. 3 മണിക്ക് എത്തി. നമ്മളൊരു ഇവിടെ വന്ന് കൃഷ്ണേട്ടൻ്റെ വീട്ടിൽ വന്ന് കുറേ നേരം സംസാരിച്ച് ഒരു 4 മണിയാകുമ്പോഴാണ് കിടന്നത്. ഒരു 6 മണിയാകുമ്പോൾ വീണ്ടും എണീറ്റ് മേല് കഴുകി, തല നനച്ചില്ല കേട്ടോ, മേല് കഴുകി ഫ്രഷായി നമ്മൾ ഇനോഗ്രേഷന് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ ഓൾറെഡി നേരത്തെ റെഡിയായി, അച്ഛൻ റെഡി ആവുന്നുണ്ട്, അമ്മ പിന്നെ എന്നേക്കാൾ മുന്നേ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. ഞാൻ ഇവിടുത്തെ പുറം ഭാഗം കാണിച്ചു കേട്ടോ. ഫുൾ ഇങ്ങനെ നല്ല എന്താ പറയുക, നിറച്ചിങ്ങനെ ബിൽഡിങ്സ് ആണ്. അടുത്തടുത്തായിട്ട് ഫുൾ ഫ്ലാറ്റ്സ്, അങ്ങനത്തെ വീട്, അങ്ങനെ എല്ലാം അടുപ്പിച്ചാണ് കേട്ടോ. നല്ല രസം കാണാനായിട്ട്. അപ്പം ഞാനിവിടെ ബാൽക്കണിയിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. ഉള്ളിലാണെങ്കിൽ കുറച്ച് ലൈറ്റ് കുറവുള്ള പോലെ തോന്നി, അപ്പോൾ ബാൽക്കണിയിലാണെങ്കിൽ കുറച്ച് കൂടുതൽ ലൈറ്റാണ്. അപ്പോൾ ഞാൻ വെച്ചു ഓക്കെ ഇവിടെ നിന്ന് സംസാരിക്കാമെന്ന്. അപ്പോൾ നമുക്ക് ഇപ്പോൾ 7 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 7:15 7:30 ഉള്ളിൽ നമുക്ക് വണ്ടി വരും, നമ്മൾ കൊണ്ടുപോകാനുള്ളത്. നമ്മൾ വണ്ടിയിൽ പോവും പുതിയ കളരിയുടെ സ്ഥലത്തേക്ക് കേട്ടോ. എൻ്റെ മുഖത്താണെങ്കിൽ കണ്ടോ ഒരു കുരു വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ ഫേസിൽ കുരു വരണത് വളരെ അപൂർവമാണ്. എന്താണാവോ ഒന്ന് വന്നിട്ടുണ്ട്. എപ്പോഴാണ് പോകുന്നതെന്ന് അറിയില്ല. എന്തായാലും എനിക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു ഭാഗത്ത് കുരു വരണത് കേട്ടോ. അത് കാരണം തന്നെ എന്തോ എന്നെ കാണാനൊരു പ്രത്യേക ഭംഗി പോലെ എനിക്ക് തോന്നുന്നു. എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ലായിരിക്കും. താഴത്തെ എന്തിൻ്റെയോ ഒരു വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ, അതാണ് സൗണ്ട് കേൾക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. ഒരു ലോങ് കുർത്തയാണ്, ഒരു അംബ്രല കട്ടിലൊക്കെ വരുന്ന ഒരു കുർത്തയാണ് കേട്ടോ. അംബ്രല അല്ല തോന്നുന്നു, പാനൽ കട്ടാണ് വരുന്നത് ഈ കുർത്ത. ഇത് ഞാൻ മിന്ത്രയെന്നാണ് കേട്ടോ മേടിച്ചതിൻ്റെ റേറ്റ്. ഞാൻ മേടിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 1500 സംതിങ് അങ്ങനെ തോന്നുന്നു. മേടിച്ചിട്ട് ഇപ്പോൾ ഒരു 2 years ആയിട്ടോ. പിന്നെ ഞാൻ ജ്വല്ലറീസ് എല്ലാം പെയർ ചെയ്തേക്കുന്നത് ഗോൾഡിലുള്ളതാണ് കേട്ടോ. മാലയും അതുപോലെ തന്നെ കമ്മലും വളയൊക്കെ ഗോൾഡ് കളറിങ് ഉള്ള ജ്വല്ലറീസാണ് പെയർ ചെയ്തേക്കുന്നത്. യെസ്, അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല കളർഫുൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റാണ്. ഞാൻ അധികം ഇതങ്ങനെ വെയർ ചെയ്തിട്ടില്ല കേട്ടോ. യെസ്, അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. കാരണം എൻ്റെ മുഖത്തെ കുരു ഇങ്ങനെ കുറച്ച് ചെറുതായിട്ട് വലുതായി വരുന്നുണ്ടോ എന്നൊരു ഡൗട്ടിൽ നിൽക്കുകയാണ് കേട്ടോ. അമ്മ ഇതാ അവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അമ്മ ഒരു പർപ്പിൾ കളർ കുർത്ത സെറ്റാണ് കേട്ടോ ഇട്ടേക്കുന്നത്. അച്ഛനൊരു മെറൂൺ ഷർട്ടും മുണ്ടൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ റെഡി ആയിട്ട് ഫോട്ടോ എടുക്കലാണ് കേട്ടോ. അമ്മ അച്ഛൻ്റെ ഫോട്ടോ എടുത്തെടുക്കുക, അച്ഛൻ അമ്മയുടെ ഫോട്ടോ എടുത്തെടുക്കുക. അതിനുശേഷം ഞാൻ ഇവർ രണ്ടുപേരെയും ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. നേരെ പോണത് നമ്മൾ പുതിയ കളരിയിലേക്കാണ്, കൃഷ്ണേട്ടൻ്റെ. അത് ഇനോഗ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അച്ഛൻ ഇവിടെ വന്നത് ബാംഗ്ലൂർ. അപ്പോൾ കാർ ഓടിക്കുന്നത് കൃഷ്ണേട്ടൻ്റെ മൂത്ത മോനാണ് കേട്ടോ. ആദ്യമാണ് കാർ ഓടിക്കുന്നത്. ദിൽനേച്ചി ഞങ്ങളുടെ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. ഞാനും മമ്മിയും എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ പോണത്. യെസ്, കൃഷ്ണേട്ടനും അതുപോലെ തന്നെ രണ്ടാമത്തെ ആളും ആര്യനും കളരിയിലുണ്ട്. പിന്നെ അവിടുത്തെ സ്റ്റുഡൻസും പാരൻസും അതുപോലെ തന്നെ എല്ലാവരും കളരിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഉദ്ഘാടന സമയത്തും അതുപോലെ തന്നെ കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ പോണത് നമ്മൾ. അങ്ങനെ കുറച്ച് ബ്ലോക്കൊക്കെ കിട്ടി. പിന്നെ ജോലി സമയമായ കാരണം റോഡ് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. നമ്മളവിടെ എത്തിയപ്പോൾ പൂജയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഏകദേശം കഴിയാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ കളരി ഇനോഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. അച്ഛൻ്റെ സ്പീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഇവിടുത്തെ കുട്ടികളുടെ കളരി പ്രദർശനം ഉണ്ടായിരുന്നു, ഡെമോൺസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ കേട്ടോ. അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇവർ നമുക്ക് വേണ്ടി കാണിച്ചു തന്നു. കൃഷ്ണേട്ടന് കുറേ ബ്രാഞ്ചസ് ഉണ്ട് കേട്ടോ കളരിയുടെ ബാംഗ്ലൂർ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കളരി പഠിക്കണം എന്നുണ്ടെങ്കിൽ പരശുരാമ വല്ലഭട്ട കളരി എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ബാംഗ്ലൂർ കുറേ ബ്രാഞ്ചസ് ഉണ്ട്. ഇത് കൃഷ്ണേട്ടൻ പുതിയതായിട്ട് എന്താ പറയുക സ്ഥാപനം തുടങ്ങിയതാണ് കേട്ടോ. സ്ഥലമൊക്കെ മേടിച്ച് കളരി പണിതാണ്.
കേരള സ്റ്റൈലിലൊക്കെയാണ് കേട്ടോ കളരി പണിതേക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നമ്മുടെ നാട്ടിലെ ഒരു കളരി പോലെയാണ് കേട്ടോ ഫീൽ ചെയ്തത്. അച്ഛൻ്റെ സീനിയർ സ്റ്റുഡൻ്റ് ആണ്, നമ്മുടെ കളരിയിൽ പഠിച്ച ഒരു സ്റ്റുഡൻറ്റും കൂടിയാണ് കേട്ടോ കൃഷ്ണേട്ടൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനോഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് പിന്നെ കുറേ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും കുട്ടികളുടെ കുറേ വെപ്പൺ ഐറ്റംസ് പയറ്റുന്നത് അത് പക്ഷെ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കോപ്പി റൈറ്റിന് എന്തെങ്കിലും ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ വരേണ്ട വെച്ചിട്ടാണ് വെപ്പണിൻ്റെ ഞാൻ ഒരു ഐറ്റം ഇടാത്തത്. കുറേ വെപ്പണിൻ്റെ ഐറ്റംസ് ഇവർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക്. അതുപോലെ തന്നെ പിന്നെ ലാസ്റ്റ് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കലായിരുന്നു. എല്ലാവരും നിന്ന് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. കുറേ സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ. ഇത് ഒരു ബ്രാഞ്ചിലെ സ്റ്റുഡൻ്റ് ആണ്. ഇതുപോലെ ഒരു 4-5 ബ്രാഞ്ച് കൃഷ്ണേട്ടനുണ്ട് കേട്ടോ. കുറേ സ്റ്റുഡൻസ് ഉണ്ട്. എല്ലാം നല്ല അടിപൊളി സ്റ്റുഡൻസ് ആണ് കേട്ടോ. അങ്ങനെ സ്റ്റുഡൻസിൻ്റെ പാരൻസും എല്ലാവരും കൂടി നിന്ന് ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കളരി ഉൾഭാഗം ക്ലീൻ ആക്കി അതിനുശേഷം നമ്മൾ ഉച്ചത്തെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഹോട്ടലിലേക്ക് വന്നേക്കാണ് കേട്ടോ. ഇന്ന് നമുക്ക് കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഞാൻ കുറേ ആയിട്ട് സ്കിപ്പ് ചെയ്യാറാണ് പതിവ്, അങ്ങനെ കഴിക്കാറില്ല. പിന്നെ ഇന്ന് നമ്മൾ കളരിയുടെ പൂജയും ഇനോഗ്രേഷനൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ട് പിന്നെ നമ്മൾ ഒരു 12 മണി നമ്മളാണ് എന്താ പറയുക ബ്രഞ്ച് കഴിച്ചത്. അതായത് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടിയിട്ട് കഴിച്ചത് കേട്ടോ. അങ്ങനെ ബാംഗ്ലൂരുള്ള ഒരു നല്ല ഹോട്ടലിലേക്ക് വന്നേക്കാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ സൂപ്പിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഒരു പെപ്പർ ചിക്കൻ്റെ ഫ്രൈ എന്തോ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഒരു ദോശ പോലത്തെ ഒരു സംഭവം, നീർദോശ, അതന്നെ നീർദോശയും പിന്നെ ഗീ റോസ്റ്റ് ചിക്കനായിരുന്നു. അത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ഈ നീർദോശയും ഗീ റോസ്റ്റ് ചിക്കനും നല്ല കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഫസ്റ്റ് ടൈം കഴിക്കുന്ന കാരണം കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. നീർദോശയുടെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മുടെ വീട്ടിലങ്ങനെ നീർദോശ ഉണ്ടാക്കാറില്ല. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഹോട്ടലിൽ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ഗീ റോസ്റ്റ് ചിക്കൻ ആയാലും അതായത് ചിക്കൻ്റെ ഫുൾ ടേസ്റ്റ് നെയ്യാണ്. നമ്മൾ സാധാരണ ചിക്കൻ വയ്ക്കുമ്പോൾ നെയ്യ് അങ്ങനെ ഒഴിക്കാമെന്ന് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇത് ഗീ റോസ്റ്റ് ചിക്കനാണ്. അതും ഒരു സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ അതിന് ശേഷം ആന്ധ്ര സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ചിക്കൻ ബിരിയാണി പിന്നെ പൊതുവേ ഇഷ്ടമുള്ള കാരണം ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അവരിതാ ഒരു ബൗളിൽ നാരങ്ങ കൊണ്ടുവന്ന് തന്നു കേട്ടോ. അപ്പം ഞാനിത് എന്താ വിചാരിച്ചു, അപ്പോഴാണ് പറഞ്ഞത് നമ്മുടെ കൈ കഴുകാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്ന് തരുന്നതെന്ന്. നാരങ്ങ പിഴിഞ്ഞ് കൈ ജസ്റ്റ് ഇങ്ങനെ മുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിലത്തെ സ്മെല്ലും പോവും, അതുപോലെ തന്നെ മെഴുക്കും പോവും, നല്ല ക്ലീൻ ആവും കേട്ടോ. അതെന്തായാലും നന്നായിട്ട് എനിക്കിഷ്ടമായി. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇതാ കാറിൽ കയറി നമ്മൾ വീണ്ടും ഫ്ലാറ്റിലേക്ക് പോവുകയാണ്. ചെറുതായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ട്, കാരണം ഉറക്കമൊന്നും ശരിയായിട്ടില്ല ബസ്സിൽ വന്ന കാരണം. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം. അതിനുശേഷം നമ്മൾ ഈവനിങ് ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങും. നമ്മൾ ഇന്ന് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി പോണത് ജയനഗർ മാർക്കറ്റിലോട്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഈവനിങ് ഒന്ന് ഉറങ്ങിയതിന് ശേഷം റെഡിയായി. ഒരു ബ്ലാക്ക് കളർ ഒരു ടോപ്പും ലെഗിൻസും ആണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ. എൻ്റെ ഫോണിൻ്റെ ലൈറ്റ് എന്തോ ചില സമയത്ത് ഇങ്ങനെയാണ് കേട്ടോ, ശരിക്ക് വൃത്തി ഉണ്ടാവില്ല. അങ്ങനെ ഞങ്ങളിതാ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. ബാംഗ്ലൂർ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഷോപ്പിങ്ങിന് പോകാൻ നിൽക്കുന്നത്. ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അത് കാരണം ഞാൻ തന്നെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ചെറുതായിട്ട് ഉറക്കൊക്കെ വരുന്നുണ്ട്, കണ്ട് കൂട്ടുവായൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ തന്നെ ഞങ്ങളെല്ലാവരും റെഡിയായി. ചെരുപ്പൊക്കെ ഇട്ടത് നമ്മൾ ലിഫ്റ്റിൽ കയറാൻ നിൽക്കുകയാണ്. ഫ്ലാറ്റ് 4th ഫ്ലോറിലാണ് കേട്ടോ. സോ നമുക്ക് ലിഫ്റ്റിലേ പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കുറേ നടക്കണം. ഇനി നടക്കാൻ മടിയായ കാരണം നമ്മൾ ലിഫ്റ്റിലാണ് പോയത്. പിന്നെ ഞാൻ നെയിൽ പോളിഷിൻ്റെ കളർ ഇവിടെ വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്ക് ഭയങ്കര അഡിക്റ്റ് ആയേക്കണു നെയിൽ പോളിഷ് ചേഞ്ച് ആക്കണം. അല്ലെങ്കിൽ സാധാരണ എൻ്റെ നെയിൽ ഇത്ര വളയാറില്ല, കുറച്ച് വളരുമ്പോഴേക്കും പൊട്ടിപ്പോവാറുണ്ട്. ഇപ്പം എന്തോ കുറച്ച് വളർന്ന കാരണം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് നെയിൽ പോളിഷ് മാറ്റാൻ തോന്നും കേട്ടോ. അങ്ങനെ നമ്മളിതാ ഞാനും അച്ഛനും അമ്മയും അതുപോലെ തന്നെ കൃഷ്ണേട്ടനും ദിൽനേച്ചിയും കൂടി നമ്മൾ കാറിൽ കയറി ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോണത് ജയനഗറിലോട്ടാണ്. പോണ വഴിയിൽ നല്ല നല്ല ടെമ്പിൾ കണ്ടിട്ടുണ്ടായിരുന്നു, അമ്പലം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ അമ്പലം പോലെ അല്ല കേട്ടോ, കുറച്ച് നല്ല ഭംഗിയായിട്ടുള്ള സ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ് അമ്പലത്തിന്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അമ്പലമൊക്കെ. ഫൈനലി നമ്മളിതാ ഷോപ്പിംഗ് ചെയ്യാനുള്ള മാർക്കറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. എന്തായാലും ഷോപ്പിംഗ് അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നമ്മൾ ഈവനിങ് കേട്ടോ വന്നത്. ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മളിവിടെ എത്തിയത്. നല്ല തിരക്കായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു സാറ്റർഡേ സൺഡേ ആയിരുന്നു. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് നടക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ, അത്രയും തിരക്കായിരുന്നു. ഇതിപ്പോൾ കാറിലാണ് കേട്ടോ പോണത്. കുറച്ച് കഴിഞ്ഞ് നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ നടന്നിട്ടാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോയത് മാർക്കറ്റിൻ്റെ. കാരണം അവിടെയൊന്നും കാറ് പാർക്ക് ചെയ്യാനേ സ്ഥലം ഉണ്ടായിരുന്നില്ല, അത്രയും തിരക്കായിരുന്നു കേട്ടോ. കണ്ടോ, ഫുൾ തിരക്കായിരുന്നു. മെയിനായിട്ട് ഞാൻ ഈ ഒരു മാർക്കറ്റിലേക്ക് വന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിക ഫാഷൻ സ്റ്റോറിലേക്ക് എന്തെങ്കിലും നല്ലത് കിട്ടുകയാണെങ്കിൽ എടുക്കാമെന്ന് വെച്ചിട്ടായിരുന്നു. ഹാൻഡ് പിക്ക്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും നല്ല ഐറ്റംസ് കിട്ടുകയാണെങ്കിൽ എടുക്കാമെന്ന് വെച്ചിട്ടായിരുന്നു കേട്ടോ. എനിക്ക് കുറേ നല്ല നല്ല ഐറ്റംസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ചൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ ഒന്നും ഞാൻ മേടിച്ചില്ല കേട്ടോ. കുറേ എനിക്ക് അത്ര ക്വാളിറ്റി ആയിട്ട് തോന്നിയില്ല, കുറേയൊക്കെ നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഷോർട്ട് കുർത്താസും അതുപോലെ തന്നെ ലോങ് കുർത്താസും പാൻസും കോഡ് സെറ്റിനൊക്കെ വളരെ റേറ്റ് കുറവായിട്ട് എനിക്ക് തോന്നി. കമ്പാരിറ്റീവ്ലി നമ്മുടെ നാട്ടിലത്തേനെക്കാട്ടും നല്ല റേറ്റ് കുറവായിട്ട് എനിക്ക് തോന്നി
തോന്നി കേട്ടോ. പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്, ചിലതൊന്നും നല്ല ക്വാളിറ്റി ഇല്ല, പക്ഷെ ചിലത് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ആ ഒരു പ്രൈസിന് എക്സ്ട്രാ വേർത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുർത്ത സെറ്റിനൊക്കെ വളരെ റേറ്റ് കുറവാണ് കേട്ടോ. ബാംഗ്ലൂർ ഉള്ളവർക്ക് എനിക്ക് തോന്നുന്നു നല്ല യൂസ്ഫുൾ ആണ് ഡ്രസ്സൊക്കെ എടുക്കാൻ. ഇതുപോലത്തെ മാർക്കറ്റിലൊക്കെ വരികയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള അത്യാവശ്യം റേറ്റ് കുറവിലുള്ള ഡ്രസ്സ് കിട്ടും എന്ന് തോന്നുന്നു. എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക, ഓരോ ഷോപ്പിൽ നിന്നും ഓരോ പീസൊക്കെ വെച്ചിട്ടാണ് ഞാൻ എടുത്തത് കേട്ടോ. അങ്ങനെ കുറച്ച് പീസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് അച്ഛനെയും അതുപോലെ തന്നെ കൃഷ്ണേട്ടനും ഒന്ന് മിസ്സായി. അതാണ് നമ്മളിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം അവർ വേറെ വഴിക്ക് പോയി, നമ്മൾ വേറെ വഴിക്ക് പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെ കണ്ടു കിട്ടി. പിന്നെ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് നടന്നത്. പിന്നെ ഇവിടെ പാൻസിനൊക്കെ 3 പാൻസിനും അതുപോലെ 3 പാൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള പാൻസാണ് കേട്ടോ. 3 പാൻസിന് ആകെ ഇവിടെ 500 രൂപയുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് നോക്കിയിട്ടോ, പക്ഷേ എടുത്തില്ല. കാരണം നമ്മൾ പിന്നെ എടുക്കാം, നമ്മൾ തിരിച്ചു വരുമ്പോൾ എടുക്കാം, ആദ്യം എല്ലാം കുറച്ചൊന്നും വാങ്ങിയിട്ട് ലാസ്റ്റ് എടുക്കാം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ലാസ്റ്റ് ആ വഴിയല്ല വന്നത്, വേറെ വഴിയാണ് നമ്മൾ പോയത്. അത് കാരണം നമുക്ക് പാൻറ്റ് കിട്ടിയില്ല. ബാക്കി കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിവിടെ കണ്ടത് ജ്വല്ലറീസ് ആണ് കേട്ടോ. നമ്മളിപ്പോൾ ആൻറ്റീക്ക് അല്ലെങ്കിൽ ടെമ്പിൾ ജ്വല്ലറീസ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അതും നല്ല റേറ്റ് കുറവിലാണ്. കമ്പാരിറ്റീവ്ലി നമ്മുടെ നാട്ടിനേക്കാട്ടും നല്ല റേറ്റ് കുറവിലാണ് കേട്ടോ ഞാൻ ഇവിടെ കണ്ടത്. എനിക്ക് തോന്നുന്നു ഓൺലൈൻ ബിസിനസ്സൊക്കെ ഉള്ളവർക്ക് എനിക്ക് തോന്നുന്നു യൂസ്ഫുൾ ആയിരിക്കും ബാംഗ്ലൂരൊക്കെ വന്ന് ഇങ്ങനെ ജ്വല്ലറീസൊക്കെ പർച്ചേസ് ചെയ്യുന്നത്. നല്ല റേറ്റ് കുറവിന് കിട്ടും കേട്ടോ. പിന്നെ അച്ഛൻ ഇവിടുന്ന് സ്ട്രീറ്റ് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഒരു സ്ട്രീറ്റ് ഫുഡും കഴിച്ചില്ല കേട്ടോ. എനിക്ക് എന്തോ കഴിക്കാൻ തോന്നിയില്ല. സാധാരണ ഇങ്ങനെ വലിച്ചു വാരി കഴിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്, പക്ഷേ സ്ട്രീറ്റ് ഫുഡ് ഒന്നും ഞാൻ ഇപ്രാവശ്യം ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജ്വല്ലറീസ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കുഞ്ഞു ഷോപ്പാണ്, പക്ഷെ കുറേ ഉണ്ടായിരുന്നു. ഷോപ്പെന്ന് പറയാൻ പറ്റില്ല കേട്ടോ, നമ്മൾ ഇവർ സ്റ്റാൻഡ് ഇട്ടിട്ട് ഇങ്ങനെ റോട്ടിൽ നിൽക്കുകയാണ്. പക്ഷെ കുറേ നല്ല കളക്ഷൻസ് ഉണ്ട്, നല്ല റേറ്റ് കുറവാണ് കേട്ടോ. അപ്പം ഞാൻ 2-3 പീസൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി, പക്ഷെ ഞാൻ അവിടെ തന്നെ വെച്ചു കേട്ടോ. കാരണം എൻ്റെ സ്റ്റോർ ഡ്രസ്സിൻ്റെ ആണല്ലോ, ജ്വല്ലറീസ് അല്ലല്ലോ. ജ്വല്ലറീസൊക്കെ തുടങ്ങുകയാണെങ്കിൽ ഇവിടെ നിന്നൊക്കെ വന്ന് പർച്ചേസ് ചെയ്യാൻ തോന്നണം. പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് നേരെ പോയത് മാക്സിലോട്ടാണ് കേട്ടോ. അങ്ങനെ മാക്സിൽ പോണേ മുൻപായിട്ട് തൊട്ടപ്പുറത്തൊരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു. നല്ല ക്ലീൻ ആയിട്ടുള്ള കോഫി ഷോപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഒരു 3 കോഫി മേടിച്ചു കേട്ടോ, എനിക്കും അമ്മയ്ക്കും ദിൽനേച്ചിക്കും ആയിട്ട്. അങ്ങനെ ഞങ്ങൾ 3 കോഫിയൊക്കെ കുടിച്ചു. അച്ഛൻ്റെ ഇവിടുന്ന് വേറൊരു സ്ട്രീറ്റ് ഫുഡ് എന്തോ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പൈനാപ്പിളും അതുപോലെ തന്നെ കോണൊക്കെ ഇട്ടിട്ടുള്ളത്. അച്ഛനും കൃഷ്ണേട്ടനും കുറേ സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്തു, അമ്മയും കൂടിയിട്ട് കേട്ടോ. ഞാനും ദിൽനേച്ചി അങ്ങനെ ട്രൈ ചെയ്തില്ല, ഞങ്ങൾക്ക് എന്തോ വലിയ താല്പര്യം തോന്നിയില്ല. ഇവർ നല്ലോണം കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കണ്ടോ അവർ നോക്കിയിരിക്കണം, അവർ നല്ലോണം കഴിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് എന്തിനാ ഇതൊക്കെ കഴിക്കണേന്ന്. അങ്ങനെ നമ്മൾ കോഫിയൊക്കെ കുടിച്ച് എല്ലാം കഴിച്ച് മാക്സിൻ്റെ ഉള്ളിലോട്ട് കയറി. അമ്മ ആദ്യം തന്നെ ഈ ഒരു കുർത്ത സെറ്റാണ് കേട്ടോ എടുത്തത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഒരു ഓഫ് വൈറ്റിൽ പിങ്ക് ഫ്ലവറൊക്കെ ആയിട്ടുള്ളത്. ഞാൻ 3-4 ഡ്രസ്സ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടോ. കണ്ടോ, ഫസ്റ്റ് ട്രൈ ചെയ്തത് ഈ ഒരു ഓറഞ്ച് ഡ്രസ്സായിരുന്നു കേട്ടോ. ഒരു ബീച്ച് വൈബ് ഡ്രസ്സാണ്, കുറച്ച് വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ്, ഒരു ഉടുപ്പാണ് കേട്ടോ. നല്ല മെറ്റീരിയലാണ്. 2 സൈഡിലും ഇതേപോലെ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നുണ്ട്. 2 സൈഡും പോക്കറ്റ് ഉണ്ട്, സ്ലീവും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ സ്ലീവ്ലെസ് ആയിട്ടുള്ളതും ഉണ്ട്. അപ്പം ഞാൻ 2-3 എണ്ണമൊക്കെ ട്രൈ ചെയ്ത് നോക്കി. ഇതെനിക്ക് കുറച്ച് ടൈറ്റാണ്, എക്സസ് ആണ് കേട്ടോ സൈസ്. പിന്നെ ഞാൻ ട്രൈ ചെയ്തത് ഈ ഒരു സംഭവമാണ്. ഇതാണ് ഞാൻ ലാസ്റ്റ് ഫൈനലൈസ് ചെയ്ത്, ഇതാണ് ഞാൻ എടുത്തത് കേട്ടോ. ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിനും സ്ലീവ് ഉണ്ട്, വി നെക്കാണ്. ഇതിൻ്റെ സൈസ് എനിക്ക് തോന്നുന്നു മീഡിയം ആണ് ഇതിൻ്റെ സൈസ് കേട്ടോ. എനിക്ക് ശരിക്കും സ്മോൾ മതിയായിരുന്നു, പക്ഷേ ഞാൻ കുറച്ച് ലൂസിൽ എപ്പോഴും ഇടുന്ന കാരണം ഓക്കെ ആയിരുന്നു. പിന്നെ ഈ ഒരു ഗ്രീൻ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ഇത് ഫുൾ ഇങ്ങനെ ഈ വൈറ്റ് ലൈൻ കണ്ടോ ഫ്ലവറിൻ്റെ, അതിൻ്റെ ചില ഭാഗത്ത് ഫുൾ ഇങ്ങനെ ഓട്ടയാണ് കേട്ടോ, ഫുൾ ഹോളാണ്. സോ ഞാനത് എടുത്തില്ല. പിന്നെ ഈ ഒരു പിങ്കാണ് ഞാൻ ട്രൈ ചെയ്തത്. പിങ്കിൻ്റെ സ്ലീവ് ഉള്ളിലുണ്ട് കേട്ടോ, പക്ഷേ ഈ പിങ്കും ഞാൻ എടുത്തില്ല. എന്തോ എനിക്ക് പിങ്കും പിന്നെ നേരത്തെ കാണിച്ചാണ് വൈറ്റിൽ പിങ്ക് ഉള്ളതില്ലേ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഞാൻ അതാണ് കേട്ടോ എടുത്തത്. പിന്നെ അതിന് ശേഷം മെൻസിൻ്റെ സെക്ഷനിലോട്ട് പോയി. അച്ഛൻ്റെ ഒരു ഷർട്ടും പാൻറ്റും എടുത്തു. പിന്നെ ദിൽനേച്ചി ഒരു ഷർട്ട് എടുത്തു. പിന്നെ ആ ഒരു പിങ്ക് ഇട്ടില്ലേ, അത് ദിൽനേച്ചി എടുത്തു കേട്ടോ. ഇതൊക്കെ ഞങ്ങൾക്ക് കൃഷ്ണേട്ടൻ ഓണത്തിന് മേടിച്ചെന്ന ഓണക്കോടികളാണ്. അതിനുശേഷം നമ്മൾ ഡിന്നറിന് വേണ്ടിയിട്ടുള്ള ഫുഡ് പാഴ്സൽ മേടിക്കാൻ പോയിട്ടോ. തട്ടിഡ്ലിയും അതുപോലെ തന്നെ ചട്നിയും വെജ് റൈസാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ എന്തോ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ തട്ടിഡ്ലി. എനിക്ക് ഇഡ്ഡലി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വെജ് റൈസാണ് കേട്ടോ പാഴ്സൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ മേടിച്ച് നമ്മൾ ഇതാ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ഡേ ബാംഗ്ലൂർ വന്ന് ചെയ്തത് കേട്ടോ. എന്തായാലും അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ വരുന്നുണ്ട്, സെക്കൻഡ് പാർട്ട്. ബൈ.